ഞാൻ ഗാനനിരൂപണം എഴുതി തുടങ്ങുമ്പോൾ കലാകൗമുദിയുടെ ഫിലിം മാഗസിനിലാണ് അത് അച്ചടിച്ചു വരുന്നത്. ഒന്നാമത്തെ ലക്കത്തിൽ തന്നെ ഒന്നാമത്തെ ലേഖനം തന്നെ വരുമ്പോൾ അതിന് എതിർപ്പുകളുണ്ടായി. പിറ്റേ ആഴ്ച ബി മാണിക്യം എന്ന് പറയുന്ന, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഒരു ഗാനരചയിതാവ്, ബെൻസ് വാസു തുടങ്ങിയ ജയൻ്റെ ചിത്രങ്ങളിലൊക്കെ പാട്ടെഴുതിയ ഒരാളാണ്. അവരെയൊക്കെ ആയിരുന്നു ഞാൻ പ്രഥമ ലക്കത്തിൽ വിമർശിച്ചിരുന്നത്. അദ്ദേഹം എനിക്ക് മറുപടി എഴുതി, നെല്ലിക്കാത്തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന പേരിൽ. അതിന് ഞാൻ വീണ്ടും മറുപടി എഴുതി. അതൊക്കെ വേറെ ചരിത്രം. കാരണം അതിൻ്റെ പത്രാധിപർ പറഞ്ഞു അതിന് മറുപടി എഴുതണമെന്ന് പറഞ്ഞു. അതൊരു ധാർമ്മികമായ ഒരു ഇതാണല്ലോ. മുല്ലനേഴി മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നതെന്തിന് എന്ന പേരിൽ എഴുതി. ബിച്ചു തിരുമല വാക്കുകൾ അർത്ഥവേട്ടയ്ക്കുള്ളതല്ല എന്ന പേരിൽ മറുപടി എഴുതി. അങ്ങനെ പലരും മറുപടി എഴുതിയപ്പോൾ എല്ലാവരും എന്നെ എതിർക്കുകയും ഇങ്ങനെ ഗാനം ഇങ്ങനെ വിമർശിക്കാനുള്ളതല്ല, നിരൂപണം ചെയ്യാനുള്ളതല്ല എന്ന ഒറ്റേ ശബ്ദത്തിൽ പറയുമ്പോൾ എനിക്കനുകൂലമായിട്ട് ആദ്യമായി പ്രതികരിച്ചത് യൂസഫലി കേച്ചേരിയായിരുന്നു. പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫിലിം മാഗസിനിൽ തന്നെ മറുപടി എഴുതിയത്. വളരെ കാലമായി ഇങ്ങനെ പാട്ടെഴുത്തുകാർ വികലമായ പ്രയോഗങ്ങളും വങ്കത്തങ്ങളും എഴുന്നള്ളിക്കുന്നു, അതിനെതിരെ ശബ്ദിക്കേണ്ടത് ആവശ്യമാണ്, അതിന് ഞാൻ പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്കുള്ള മറുപടി ഇതിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു. എല്ലാവരും എന്നെ എതിർത്തപ്പോഴും എന്നെ അനുകൂലിക്കാൻ തയ്യാറായ അങ്ങയോട് എനിക്ക് കടപ്പാടുണ്ട്, നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു മറുപടി അയച്ചു. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വിവാഹം. സ്വാഭാവികമായിട്ടും യൂസഫലി കേച്ചേരിക്കും ഞാൻ വിവാഹ ക്ഷണക്കത്ത് അയച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് എന്തോ ഒരു ചെറിയ അസുഖത്തിൻ്റെ പേരിൽ വിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനൊക്കാത്തതിൽ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മറുപടി അയച്ചത്. മാത്രമല്ല അദ്ദേഹം എന്നെ തൻ്റെ വീട്ടിലേക്കും ഗുരുവായൂർ അമ്പലത്തിലേക്കും ക്ഷണിച്ചു. നവവധൂവരന്മാർക്ക് എൻ്റെ വീട്ടിലേക്കും ഗുരുവായൂർ അമ്പലത്തിലേക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കത്ത് അവസാനിപ്പിച്ചിരുന്നത്. ഒരു 3-4 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി, സഹധർമ്മിണി മാത്രമല്ല വീട്ടുകാരെയും കൂട്ടി ഞാൻ ഗുരുവായൂർ പോകുന്ന വഴിക്കാണ് യൂസഫലി കേച്ചേരിയുടെ വീട്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഒരു വിരുന്ന് തന്നെ ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തു. എനിക്ക് വേറൊരു കുന്നംകുളത്തൊരു വിൽസൺ ബോൾ എന്നൊരു കൂട്ടുകാരനുമുണ്ട്. അദ്ദേഹവും ഈ അടുത്ത കാലത്ത് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അങ്ങനെ യൂസഫലിയുമായിട്ട് ഒരു ആത്മബന്ധം തുടങ്ങുന്നത് അന്ന് കാണുമ്പോൾ മുതലാണ്. അതിനുശേഷം ഞാൻ തൃശ്ശൂർ വഴി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും. വീട്ടിലെ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എന്നോട് സ്വന്തം ആളിനെ പോലെയാണ് അവർ പെരുമാറുക. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു നിഷ്ഠയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ അമ്മയുടെ കാലിൽ തൊട്ട് കണ്ണിൽ വെച്ചതിന് ശേഷമേ അദ്ദേഹം എങ്ങോട്ടും യാത്ര ചെയ്യുള്ളൂ എന്നൊരു നിഷ്ഠ. ഞാനൊരിക്കലത് സൗകര്യമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ അദ്ദേഹം അങ്ങ് അമ്മയോട് അമിതമായ ഒരു സ്നേഹം വാത്സല്യം കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് പിന്നെ കാണുന്ന ഞാൻ നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത ഒരു നിർവൃതിയാണ് ഉണ്ടാക്കിയത്. തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹം എപ്പോഴും കാറിലാണ് വരിക, ഡ്രൈവറേയും കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വരുന്നാൽ തുടക്കത്തിൽ തന്നെ നേരെ എൻ്റെ വീട്ടിൽ വന്ന് അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുതിന് ശേഷം എന്നെയും കൂട്ടിയാണ് അദ്ദേഹം സുഗതകുമാരി ടീച്ചറിൻ്റെ വീട്ടിലും ONV സാറിൻ്റെ വീട്ടിലും വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ വീട്ടിലും അങ്ങനെ തിരുവനന്തപുരത്തെ പ്രമുഖ സാഹിത്യകാരന്മാരുടെയൊക്കെ വീടുകളിൽ പോകുന്നത്. സുഗതകുമാരി ടീച്ചറിൻ്റെ വീട്ടിൽ ഒരിക്കൽ പോകുമ്പോൾ ഒരു
വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. സുഗതകുമാരി ടീച്ചർ പലതും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ടീച്ചറുടെ അമ്മ മരിക്കാൻ സമയത്ത്, ആ അവസാന നിമിഷത്ത്, അവസാന സമയത്ത് ഒരാഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. യൂസഫ് അലി കേച്ചേരി എഴുതിയ അഹൈന്ദവം എന്ന കവിത എനിക്കൊന്ന് ചൊല്ലിക്കേൾക്കണം, അത് പെട്ടെന്നൊന്ന് ചൊല്ലൂ സുഗതേ എന്ന് പറഞ്ഞു എന്ന്. ആ അഹൈന്ദവം വായിച്ചിട്ടുള്ളവർക്കറിയാം. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലാണ്, സമീപമാണ് താമസിക്കുന്നത് യൂസഫ് അലി കേച്ചേരി. പക്ഷേ അദ്ദേഹം അഹിന്ദുവായതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനമില്ല. അദ്ദേഹത്തിന് ഉള്ളുകൊണ്ട് ആരാധിക്കുന്ന അദ്ദേഹം ദൈവമാണ് ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ. ധാരാളം കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോവ്യഥയാണ്, അല്ലെങ്കിൽ മനസ്സിലുള്ള ചിന്തകളാണ് ആ അഹൈന്ദവം എന്ന കവിതയ്ക്ക് ആസ്പദം. അന്ന് സുഗതകുമാരി ഇത് പറയുമ്പോൾ പറഞ്ഞ് ഈ കവിത എടുത്ത് വച്ച് വായിച്ച്, അഹൈന്ദവമെന്ന് പറയുന്ന യൂസഫ് അലിയുടെ കവിത വായിച്ച് കേട്ട് അത് മുഴുവിക്കുന്നതിന് മുമ്പ് അവസാനമായി കണ്ണടയ്ക്കുകയായിരുന്നു സുഗതകുമാരി ടീച്ചറിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സുഗതകുമാരി ടീച്ചർ പൊട്ടിക്കരഞ്ഞപ്പോൾ, യൂസഫ് അലി അതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ രണ്ടിനും മൂകസാക്ഷിയായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ONV സാറുമായിട്ട് പലപ്പോഴും അടുത്തിടപഴകാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രഥമ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ ഞാൻ സാറിനെയാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി സാറിൻ്റെ വീട്ടിൽ പോയി ക്ഷണിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ആരാണ് ഇത് ഏറ്റുവാങ്ങുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അത് ഭാസ്കരൻ മാഷിൻ്റെ ശ്രീമതിയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അവർ വരുമോ, പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമോ, ഭാസ്കരൻ മാഷ് മരിച്ചതിന് ശേഷം ഒരിടത്തും പോകുന്നില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കുകയും എൻ്റെ കാര്യമായതുകൊണ്ട് വരുമെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ സാറാണ് നിർദ്ദേശിച്ചത്, അങ്ങനെയാണെങ്കിൽ ഭാസ്കരൻ മാഷിൻ്റെ ശ്രീമതി അത് പ്രകാശനം ചെയ്യട്ടെ, എൻ്റെ ശ്രീമതി അത് ഏറ്റുവാങ്ങട്ടെ എന്ന്. പക്ഷേ ആ ദിവസം സാറിന് പെട്ടെന്ന് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നതിനാൽ സാറിൻ്റെ സഹധർമ്മിണിക്ക് വരാനൊത്തില്ല. പകരം സാറിൻ്റെ മകനായ രാജീവ് ONV ആണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത്. ഞാൻ വിരമിക്കുന്ന വാർത്ത, ഓഫീസിൽ നിന്ന്, ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് വിരമിക്കുന്ന വാർത്ത ചില പത്രങ്ങളിലൊക്കെ ചെറിയ കുറിപ്പായിട്ട് വന്നു. അന്ന് മാതൃഭൂമി, അന്ന് ശേഖരൻ നായർ ജീവിച്ചിരിക്കുന്ന സമയമായിരുന്നു. ശേഖരൻ നായർ പറഞ്ഞിട്ട് എൻ്റെ ഒരു അഭിമുഖം മാതൃഭൂമി പത്രത്തിൽ വന്നു, ഞാൻ വിരമിച്ച ദിവസം. അതിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ONV സാറിൻ്റെ പേരും പരാമർശിക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ സാർ എന്നോട് ചോദിച്ചു, സന്യാസിനി എന്ന പാട്ട് നിങ്ങളെ കേൾപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ എന്ന ഭാഗം നിങ്ങളെ കേൾപ്പിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പൂച്ചെണ്ട് തന്നാൽ അത് ആർക്കായിരിക്കും കൊടുക്കുക എന്ന്. അതെഴുതിയ വയലാറിനാണോ, സംഗീതം നൽകിയ ദേവരാജനാണോ, അതോ അത് പാടി മനോഹരമാക്കി യേശുദാസനാണോ കൊടുക്കുക എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ച ചോദ്യമായതുകൊണ്ടും അതിനെന്തുത്തരം പറയാൻ അറിയാതെ ഞാൻ കുഴങ്ങിപ്പോയി. തെല്ലൊന്ന് ആലോചിച്ചിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, അവിവേകമാണെങ്കിൽ സാർ ക്ഷമിക്കണം, സാറാണെങ്കിൽ ആർക്ക് കൊടുക്കും എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. സാറൊന്ന് ഹൃദ്യമായി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആർക്കും കൊടുക്കില്ല, അത് ഞാൻ എൻ്റെ
പോക്കറ്റിൽ തന്നെ വയ്ക്കുകയുള്ളൂ. കാരണം ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആ ഭാഗം എഴുതിയ വയലാറും അത് ഇപ്രകാരം ട്യൂൺ ചെയ്ത ദേവരാജനും പാടി മനോഹരമാക്കിയ യേശുദാസും 3 പേരും തുല്യ അർഹരായതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ കാര്യം ഞാൻ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു കത്ത് എനിക്ക് കിട്ടി. വെള്ള കവറിലാണ് സാറ് കത്തയക്കുക. ഇടതുവശത്ത് മലയാളത്തിൽ ONV കുറുപ്പ് എന്ന് ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ട് കത്ത് തന്നപ്പോൾ, ഓഫീസ് പോകണ്ടല്ലോ, കത്ത് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ വഴക്ക് പറഞ്ഞ് സാറ് എഴുതിയിരിക്കുന്നതെന്നാണ് കരുതിയത്. ഞാൻ വളരെ ആകാംക്ഷയോടെ അത് പൊട്ടിച്ചപ്പോൾ എനിക്കുള്ള ഒരു ആശംസയായിരുന്നു. നിങ്ങൾ വിരമിച്ചു എന്നറിഞ്ഞു, ഇനി ഈ തൂലിക കൂടുതൽ ശക്തമാകണം എന്നൊക്കെ പറഞ്ഞ് എനിക്കുള്ളൊരു നിർദ്ദേശം തരുന്ന രീതിയിലുള്ള ഒരു ആശംസയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ കാണാനായിട്ട് നേരിട്ട് നന്ദി പറയാനായിട്ട് സാറിൻ്റെ വീട്ടിൽ ചെന്നു, ഈ കത്ത് കിട്ടിയതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ സാറിൻ്റെ ശ്രീമതി പറഞ്ഞു, കത്ത് സാറ് തന്നെ നേരിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. സാറിന് ഈ കാറിൽ പോയാൽ പോലും പോസ്റ്റ് പെട്ടിയിലടുത്ത് ഇറങ്ങി സാറ് തന്നെ നേരിട്ട് പെട്ടിയിലിട്ടാലേ സാറിന് സമാധാനം വരൂ. അല്ലാതെ അതിനകത്ത് മകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഉണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് ആ പെട്ടിയിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം സാറിനില്ല. മാത്രമല്ല, ഞാൻ ചെല്ലുമ്പോൾ സാറ് അകത്ത് തൈലമോ കുഴമ്പൊക്കെ പുരട്ടി ഇരിക്കുകയായിരുന്നു. അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അകത്ത് ചെന്നപ്പോൾ സാറ് ദേഹാസകലം തൈലം പുരട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ന് സാറ് തന്നെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളായതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞത്. മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി വരാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് എന്നോടുള്ള അടുപ്പം സാറ് കാണിച്ചു. അത് എനിക്കൊരിക്കലും മറക്കാനൊക്കുന്ന കാര്യമല്ല. അങ്ങനെ പല പല അനുഭവങ്ങളുണ്ട്. സാറിൻ്റെ കാവ്യസമാഹാരങ്ങൾ അല്ലെങ്കിൽ ഗാനസമാഹാരങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപക്ഷേ രാജീവിൻ്റെ കൊടുത്തുവിടും, അല്ലെങ്കിൽ സാറ് ടെലിഫോണിലൂടെ വിളിച്ചു പറയും, ഒരു പുസ്തകം വച്ചിരിക്കുന്നു, ഓഫീസ് കഴിഞ്ഞ് ഇതുവഴി വരാൻ പറ്റുമോ എന്നാണ് സാർ ചോദിക്കുക. വരണം എന്നല്ല, പറ്റുമോ എന്നാണ് ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ അന്ന് തന്നെ പോയി സാറിൻ്റെ സ്വന്തം കൈപ്പടയിൽ എനിക്ക് സ്നേഹപൂർവ്വം എഴുതി തരുന്ന പുസ്തകം വളരെ സ്നേഹാദരങ്ങളോടെ ഞാൻ കൈപ്പറ്റുക പതിവായിരുന്നു. സാറ് പരോക്ഷമായി പലപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാവും ശരി. സാറിനെ ഇരുത്തിക്കൊണ്ട് ഒരേ വേദിയിൽ പലപ്പോഴും സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം എനിക്ക് കൈവന്നിട്ടുണ്ട്. ഒരിക്കൽ സാറിൻ്റെ ഏതോ ഒരു പാട്ടിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്ന് കസേരയിലിരുന്നപ്പോൾ സാറ് എന്നോട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആശയം ഉദ്ദേശിച്ചല്ല ആ പാട്ട് ഞാൻ എഴുതിയത്. ഞാൻ വേറൊരു ആശയത്തിലാണത് എഴുതിയത്. പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ അതാണ് ഞാൻ എഴുതിയ പാട്ടിന് കൂടുതൽ നല്ല ആശയം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് നന്ദി എന്ന് നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ONV സാറിനെക്കുറിച്ച് ധാരാളം ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ചലച്ചിത്ര നടൻ തിലകനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് PRSൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് തലക്കനമുള്ള ആളാണെന്നൊക്കെ പൊതുവേ പ്രചാരമുണ്ടായിരുന്നെങ്കിലും എന്നോട് അങ്ങനെയല്ല. വളരെ സൗമ്യനും വളരെ അടുപ്പമുള്ളവനുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കൽ മനോരമ പത്രത്തിന് വേണ്ടി ഒരു ഓണക്കാലത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓണാനുഭവങ്ങളെക്കുറിച്ച് എഴുതാനായിട്ട് എന്നോട് പറഞ്ഞു. പലരെയും നേരിട്ട് കണ്ട് അവരുടെ ഓണക്കാല അനുഭവങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരിക്കൽ തിലകൻ്റെ ഈ പറഞ്ഞ ഫ്ലാറ്റിലെത്തി. അദ്ദേഹം അന്ന് പറഞ്ഞ കഥ അല്ലെങ്കിൽ പറഞ്ഞ സംഭവം പിൽക്കാലത്ത് പോലും എനിക്ക് അത്ഭുതമുളവാക്കുന്നതായിരുന്നു.
അന്നത് അച്ചടിച്ച് വന്നപ്പോൾ വായനക്കാർ മുഴുവൻ അത്ഭുതം കൂറുകയും ചെയ്തു. മറ്റൊന്നുമല്ല, തിരുവോണത്തിൻ്റെ തലേ ദിവസം, ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് സ്വന്തം താലിമാല ഊരി കിടക്കുന്ന തലയണയുടെ അടിയിൽ വയ്ക്കുമായിരുന്നു. തിലകന് അത്യാവശ്യമായി മദ്യപിക്കണം. മദ്യപിക്കുന്നതിന് കാശില്ലാതെ വന്നപ്പോൾ അമ്മയുടെ ഈ താലിമാലയായിരുന്നു ലക്ഷ്യം. അമ്മ നല്ലവണ്ണം ഉറങ്ങിയെന്ന് ഉത്തമ വിശ്വാസം വന്നപ്പോൾ തലയണയുടെ അടിയിൽ ചെന്ന് പതുക്കെ ഈ താലിമാല എടുത്തുകൊണ്ടുപോയി വിറ്റ് അദ്ദേഹം തിരുവോണത്തിൻ്റെ അന്ന് നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എഴുതിക്കൊള്ളട്ടെ, ഇത് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഞാനല്ലേ പറയുന്നത്, എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അത് മനോരമ പത്രത്തിൽ അന്ന് ഒരു ഞായറാഴ്ച പതിപ്പിൽ പലരുടെ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ അത് അച്ചടിച്ചു വന്നു. അദ്ദേഹത്തിന് അന്ന് കുറ്റബോധം തോന്നിയില്ലെങ്കിലും എന്നോടിത് പറയുമ്പോൾ അങ്ങനെ ചെയ്തു പോയതിൽ കുറ്റബോധം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുറ്റബോധമാണ്. അന്നത്തെ അദ്ദേഹം പറയുന്നത് തിളയ്ക്കുന്ന യൗവനത്തിൻ്റെ സമയത്ത് അങ്ങനെ കുറ്റബോധം തോന്നിയില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ എപ്പോൾ ചെന്നാലും അദ്ദേഹം ഒരു കാര്യം പറയും, ചായ കുടിച്ചിട്ടേ പോകാവൂ. അദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ ചായ തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരിക്കൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ചായ പലയിടത്തുനിന്നും കുടിച്ചു കാണും, പക്ഷേ തിലകൻ്റെ ചായ കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഈ മഹാനായ ഒരു നടൻ അദ്ദേഹം എനിക്ക് ചായ ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. 10 മിനിറ്റ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നാന്തരം ചായ ഉണ്ടാക്കി. അദ്ദേഹത്തിനൊരു ഗ്ലാസ്, എനിക്കൊരു ഗ്ലാസ്, ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് ഒരു സുഖം തോന്നുന്നത്. കാരണം എനിക്ക് അടുപ്പമുള്ളവർ, എന്നോട് മാനസികമായി അടുപ്പമുള്ളവർ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ തന്നെ ചായ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അപ്പോഴാണ് ഞാൻ സാധാരണ ചായ കുടിക്കുക. ഇത് മറക്കാനൊക്കാത്തൊരു അനുഭവമാണ്. തിലകൻ എന്ന് പറയുന്ന നടൻ എപ്പോൾ കണ്ടാലും ഒരേപോലെ എന്നോട് പെരുമാറിയിട്ടുണ്ട്. KP ഉമ്മർ വെള്ളിത്തിരയിൽ എപ്പോഴും വില്ലനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, പല വില്ലന്മാരും യഥാർത്ഥ ജീവിതത്തിൽ നായകനേക്കാൾ മൃദുവായ മനസ്സുള്ളവരാണ് എന്ന്. KP ഉമ്മറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. KP ഉമ്മറിനെ ഞാൻ കാണുന്നത് ഒരിക്കൽ മദിരാശിയിൽ മനോരമയ്ക്ക് വേണ്ടി പല ഗായകരെക്കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ്. മദിരാശിയിലെത്തിയ ഞാൻ KP ഉമ്മറിനെ വെറുതെ ഫോൺ ചെയ്യുകയായിരുന്നു, ഞാൻ മദിരാശിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. ഉടനെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒരു രാവിലെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയും അന്ന് വൈകുന്നേരം വരെ അവിടെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അവിടെ നിന്ന് എനിക്ക് ഊണും തന്നിട്ടേ പറഞ്ഞു വിട്ടുള്ളൂ. അന്ന് അദ്ദേഹം സിനിമാ രംഗത്തെ സിനിമാ സഹപ്രവർത്തകരുടെ പല കഥകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചു. അദ്ദേഹം വായിച്ചു തള്ളിയ പുസ്തകങ്ങളുടെ കണക്കെടുത്താൽ ഒരിക്കലും നമുക്ക് ആ എണ്ണം പറയാനൊക്കില്ല. അത്രയ്ക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ലോക സാഹിത്യം, മലയാള സാഹിത്യം ഇതിലൊക്കെ അവഗാഹമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. വളരെ വാചാലമായി ഏതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. ഈ ഒരു ദിവസം ഞാൻ ഒരു 10-20 പുസ്തകം വായിച്ച ഒരു പ്രതീതിയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. മാത്രവുമല്ല, അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹം ഫോൺ ചെയ്യുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളായി ഞാനും മാറി എന്നുള്ളതാണ് പരമാർത്ഥം. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി കാണുകയും അവിടെ തന്നെ കുറേ നേരം കുശലം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാം കൊണ്ടും ഒരു ഒരു സൗമ്യനായ മനുഷ്യൻ. അദ്ദേഹം സ്നേഹിക്കുന്നവരെ അങ്ങേയറ്റം സ്നേഹിച്ചു. അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന കഥ പോലും എന്നോട് വളരെ രസകരമായി പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അദ്ദേഹം നാടകരംഗത്തു നിന്നാണ് ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പൊതുവെ ഉരുണ്ട കണ്ണുകളാണ്, ഉണ്ടക്കണ്ണുകളെന്നൊക്കെ നമ്മൾ കളിയാക്കി പറയും. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ട് ചലച്ചിത്ര രംഗത്തേക്ക്. അപ്പോൾ ഈ ഉണ്ടക്കണ്ണുകൾ വെച്ച് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല,
നായകനായിട്ടാണ് അദ്ദേഹം കടന്നു വരാൻ രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ പരിഗണിച്ചത്. അപ്പോൾ അതിലെ ഒരു യൂണിറ്റിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു നായകന് യോജിച്ചതല്ല എന്ന് അന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി എന്ന് അദ്ദേഹം വളരെ വേദനയോട് പിൽക്കാലത്തിനോട് പറഞ്ഞു. പക്ഷേ ആ ഉണ്ടക്കണ്ണുകൾ കൊണ്ട് തന്നെ അദ്ദേഹം വെള്ളിത്തിരയുടെ ഭാഗമായി വെള്ളിത്തിരയിൽ എന്താ പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന വില്ലനായി പിൽക്കാലത്ത് മാറി. സ്നേഹജാൻ എന്നോ മറ്റോ പേരിലാണ് അദ്ദേഹം അന്ന് ആ സിനിമയിൽ വന്നെങ്കിലും പിന്നീട് KP ഉമ്മർ എന്ന പേരിൽ മലയാള സിനിമയിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു നടൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിമർശിച്ച വ്യക്തിയാണ് ഞാൻ. പത്രപംക്തികളിലൂടെ ധാരാളം വിമർശിച്ചിട്ടുള്ള വ്യക്തി. നിരന്തരം ഇതിനെതിരെ വിമർശന ശരങ്ങൾ തുടക്കുമ്പോഴും നേരിൽ കാണുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. ഒരിക്കൽ ഹോട്ടൽ മഹാറാണിയിൽ കോഴിക്കോട് ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ചില പാട്ടുകളെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടേക്ക് ഗിരീഷ് പുത്തഞ്ചേരി കടന്നു വരികയാണ്. ഞാൻ തന്നെ വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി. പക്ഷേ അദ്ദേഹം പ്രസംഗം തുടരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ആ സദസ്സിന് മുമ്പിൽ വന്ന് കേട്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഊഴമായിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശാസ്ത്രമംഗലം പറഞ്ഞത് മുഴുവനല്ലെങ്കിലും ഞാൻ കേട്ടു, പലതും കേട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ, അത് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്, ഒരു ആസ്വാദകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില ന്യായീകരണങ്ങളാണ് പിന്നീട് അവിടെ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ബനാറസ് എന്ന സിനിമയുടെ CD റിലീസിങ്ങിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ M ജയചന്ദ്രനും നേമം പുഷ്പരാജും ഒക്കെ വിളിച്ചിട്ടാണ് ഞാനവിടെ പോകുന്നത്. അന്ന് ഗിരീഷ് പുത്തഞ്ചേരി ആണ് അതിലെ പാട്ടുകൾ എഴുതിയത്. അവിടെ പ്രസംഗിക്കാൻ ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വേദിയിൽ വച്ച് പ്രസംഗിച്ച് കഴിഞ്ഞ് താഴെ ഇറങ്ങി എന്നടുത്ത് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ദിവസം വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ മൊബൈൽ ഫോൺ കിട്ടി എന്ന് പറഞ്ഞ് പുതിയ മൊബൈൽ ഫോൺ നമ്പർ ഒരു തുണ്ട് പേപ്പറിൽ കുറിച്ച് എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് വരണം, വന്നാൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് പഴയ പാട്ടുകൾ സംസാരിച്ച് അതിനെക്കുറിച്ച് പാടിയും സംസാരിച്ചും ഒരു ദിവസം മുഴുവൻ ഇരിക്കാം. അതെൻ്റെ ഒരു വലിയ അഭിലാഷമാണ്, വരികില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞു. പക്ഷേ അന്നൊക്കെ എനിക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും തിരുവനന്തപുരം വിട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ യാത്ര നീണ്ടുപോയി. അങ്ങനെ നീണ്ടുപോയ ആ അവസരത്തിലാണ് ഏതാണ്ട് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം പെട്ടെന്ന് അസുഖബാധിതനാവുന്നതും ഈ ലോകം വിട്ട് പോകുന്നതും. ഇന്നും ഒരു നൊമ്പരപ്പാടായി അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു വിങ്ങലായി അവശേഷിക്കുകയാണ്. മീശമാധവനിലെ എൻ്റെ എല്ലാമല്ലേ എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ എന്ന പാട്ട് വന്നപ്പോഴാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ ഞാൻ കൂടുതലും വിമർശിച്ചത്. എൻ്റെ എല്ലാമല്ലേ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ എന്ന് സുന്ദരിയായ നായികയെ നോക്കി ചെമ്പരുന്ത് എന്ന് വിശേഷിപ്പിച്ചത് എനിക്കത്ര ഹിതകരമായി തോന്നിയില്ല. ചെമ്പരുന്ത് എൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. കൂർത്ത നഖങ്ങളും കൂർത്ത കൊക്കുമൊക്കെയുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ സാദൃശ്യം അത്ര പന്തിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് ഇറങ്ങിയപ്പോൾ എഴുതിയത്. അതിനൊക്കെ ഗിരീഷ് പുത്തഞ്ചേരി പിന്നീട് മറുപടിയൊന്നും എഴുതിയില്ലെങ്കിലും ഈ പിൽക്കാലത്ത് അന്ന് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് എഴുതി എന്നേ ഉള്ളൂ എന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വയലാറിനെ ഞാൻ ഒരേ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ. അത് ഈ ഭൗതിക ശരീരമാണ്. അവിടെ ചെന്ന് അത് കണ്ട് തൊഴുത് മടങ്ങുമ്പോൾ എന്തോ ഒരു ജീവിതത്തിലെ ഒരു നഷ്ടബോധം തോന്നി. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആരോ നമ്മളെ വിട്ടുപോയ വേർപിരിഞ്ഞ ഒരു ദുഃഖ അവസ്ഥ എനിക്ക് തോന്നി.